യെസ്, നോക്കൂ, പൊന്നുമംഗലം അല്ലെ, മൂന്ന് പഞ്ചായത്തുകളെങ്കിലുമുണ്ട്, 3 എണ്ണം എങ്കിലുമുണ്ട്. അത് നിർണായകമാണ്. തിരുവല്ലം ഉൾപ്പെടെ, വെള്ളാർ ഉൾപ്പെടെ. ഈ ഘട്ടത്തിൽ ഏത് നിലയിലാണ് നിയമം അവസാനിക്കുക എന്നുള്ളത് ഇപ്പോഴും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. വിജിൻ ഉടൻ ചേരുമെന്ന് വിചാരിക്കുന്നു. യെസ്, BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട് എണ്ണാൻ. നിയമം എങ്ങോട്ട് പോകുന്നു വിജിൻ? നേമത്തെ 1789 എന്നുള്ള നമ്പർ തന്നെയാണ്. ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിശക്തമായ 3 മുന്നണികളും അതിശക്തമായ മത്സരം തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. LDF തൊട്ട് പിന്നാലെ ഉണ്ടെങ്കിലും ഇത് നിലവിലുള്ള 1789 മറികടക്കാൻ കഴിയുമോ എന്ന് അറിയണമെങ്കിൽ UDF പിടിക്കുന്ന വോട്ടിന്റെ കണക്കുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. UDFനും LDFനും ഒരുപോലെ സ്വാധീനമുള്ള മേഖലകളാണ് നിലവിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന അവസാന റൗണ്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഭൂരിപക്ഷം മറികടക്കുകയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ ചെയ്യും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. എങ്ങനെ അത് പോകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു വോട്ടിംഗ് രീതിയാണ്, ഒരു കൗണ്ടിംഗ് രീതിയാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, നിയമം എന്തായാലും നമ്മൾ പതിവ് പോലെ തന്നെ, മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ പിന്നെ ഒരുപാട് ഭയങ്കര ടൈറ്റ് ഫൈറ്റിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അത് ഏത് രീതിയിൽ തിരിയുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത, ഏറ്റവും ഒടുവിൽ പോലും ഏറ്റവും മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിയമം അവസാന സമയത്താണ് നമുക്ക് റിസൾട്ട് നൽകിയിട്ടുള്ളത്. ഇത്തവണയും അതിൽ മാറ്റമില്ല എന്നുള്ളതാണ് കാണേണ്ടത്. അതേസമയം കോന്നി പോലുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴും നമുക്ക് അറിയേണ്ടതുണ്ട്. കുറച്ച് കൊട്ടാരക്കര LDF ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. 2075 വോട്ടായിട്ട് ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ KN ബാലഗോപാൽ അവിടെ സേഫ് ആണോ എന്നുള്ളതാണ്, സേഫായി മാറുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കോന്നിയാണ് നമുക്ക് അറിയേണ്ട മറ്റൊരു മണ്ഡലം. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇനി അറിയേണ്ടതുണ്ട്. കൊട്ടാരക്കര അറിയേണ്ടതുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ചും മണലൂര് പോലുള്ള മണ്ഡലങ്ങൾ അഴീക്കോട് അറിയേണ്ടതുണ്ട്. അഴീക്കോട് 358 എന്ന നിലയിലാണ് ഇപ്പോൾ LDFന്റെ ലീഡ് കിടക്കുന്നത്. അഴീക്കോട് യഥാർത്ഥത്തിൽ നല്ല ലീഡ് ഉണ്ടായിരുന്നു, അത് ഇത്രയും ലീഡിലേക്ക് താഴുകയാണ് ഉണ്ടായത്. സുമേഷിന്റെ സംസാരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷത്തിന്റെ അടിത്തറ. ഇതിൽ 2 കാര്യം നടന്നു. ഒന്ന്, MLA എന്ന രീതിയിലുള്ള പ്രവർത്തനം. 2, UDFന്റെ അതിശക്തമായിട്ടുള്ള ഏകോപിതമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന പ്രയാണം. ആ പ്രയാണത്തോടൊപ്പം ഭരണവിരുദ്ധ തരംഗം, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഈ ദിവസം അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെല്ലാം വിപരീത പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തോ അതിനൊക്കെയുള്ള മറുപടി ഈ ജനവിധിയിലുണ്ട്. വളരെ വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും അതുപോലെ കൂകി വിളിച്ചും ഒക്കെ വ്യക്തിഹത്യാ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പത്തെ അതിജീവിച്ചുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ് കൽപ്പറ്റയിലെ T സിദ്ദീഖ്. ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുണ്ട്. കോന്നി മണ്ഡലത്തിൽ നിന്നുണ്ടായെന്ന് അറിയണം. വിഷ്ണു VS ചേരുന്നു. വിഷ്ണു, കോന്നിയിലെ നിലവിലെ നില എന്താണ്?